ഈ അഭിമുഖത്തിലും അല്ലാതെയുള്ള അഭിമുഖങ്ങളിലും രഞ്ജിത്ത് പറയുന്നത് പെൺകുട്ടികൾ താൻ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് വിവാഹം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികളും മാറി നിൽക്കുന്നു. ആ ഒരു റിസ്ക് ഉള്ള ഒരു ജോലി ആയതുകൊണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു എന്നാണ് അല്ലേ? എന്നെക്കാലം കഞ്ചാവ് മയക്കുമരുന്നും 2-3 പെണ്ണും കെട്ടിയവരോട് ജയിലിൽ കിടക്കുന്നവർ എത്ര നല്ല പെൺകുട്ടികൾ ഇറങ്ങി പോകുന്നില്ല. എത്ര വാർത്തകൾ കിടക്കുന്നു. ഞാനൊരു മദ്യപിക്കാത്ത സിഗരറ്റ് വലിക്കാത്തൊക്കെ ആളാണ്. എൻ്റെ നാട്ടുകാർ ചോദിച്ചാൽ എൻ്റെ സ്വഭാവം അറിയാം. ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു നല്ലൊരു വ്യക്തിക്ക് കമ്പനേഷൻ കൊടുക്കത്തുള്ളൂ. ഒരു കേസും ഒന്നും ഇല്ലാത്തവർക്ക് കൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടറും ഇന്ത്യൻ ആർമിയും അതുപോലെ കൊടുക്കത്തുള്ളൂ. അല്ല തല്ലും വിഴക്കുന്ന നടക്കും ഒരിക്കലും കൊടുക്കത്തില്ല. അറിയാമല്ലോ, നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് മാത്രം പറഞ്ഞ് കൊടുക്കത്തില്ല. അവർ നമ്മുടെ എല്ലാ സ്വഭാവം നോക്കും. അവർ നമ്മളെ ഫുൾ ലൈഫ് കൊണ്ട് നോക്കിയാണ് കൊടുക്കുന്നത്. അല്ല എന്തെങ്കിലും അവർ ഫുൾ അവർ റിപ്പോർട്ട് എടുത്ത് എല്ലാ റിപ്പോർട്ടും എടുത്താണ്. അത് ചുമ്മാ പെട്ടെന്ന് കളക്ടർ ഒപ്പിട്ട് തരുന്നതല്ലത്. ജില്ല പെട്ടെന്ന് അഡ്മിനിസ്ട്രേഷൻ തരുന്നതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സെൻട്രൽ ഫോഴ്സ് തരുന്നതല്ലത്. അതിന് പ്രോസസ്സുണ്ട്, കാര്യങ്ങളുണ്ട് അതിന്. അത് ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ മെൻ്റൽ ഇതുപോലെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. കല്യാണം കഴിച്ചില്ലെങ്കിലും ജീവിക്കും. ഇനിയിപ്പോൾ താൽക്കാലിക ജീവിതം മാത്രമാണ് ഈ ഭൂമിയിൽ. മനസ്സിലായില്ലേ? ഇത്ര ഒരു കുടി വന്നവർ ഞാനും അടുത്ത ദുരന്തപ്പെട്ട് മരിച്ചെന്നിരിക്കും. ചിലപ്പം ബോഡി പോലും കിട്ടാതെ പോയെന്നിരിക്കും. പല സ്ഥലങ്ങളും ചെയ്ത് അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളും റിസ്ക് എടുത്ത് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പലരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് റിസ്ക് എടുക്കുമ്പോഴത്തേക്ക്. ഇവിടെ വന്നിരിക്കുമ്പോഴും പ്രായമായ മാതാപിതാക്കളാണ്. എനിക്ക് നല്ല രീതിയിൽ സമ്പാദിക്കണമെങ്കിലോ മറ്റു കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് പോകുമായിരുന്നു. എൻ്റെ ബ്രദേഴ്സും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാം യുഎസും യൂറോപ്പെല്ലാം സെറ്റിൽഡാണ്. ഈ പറഞ്ഞ ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്ന ഒരു എൻഫീൽഡ് ബുള്ളറ്റൊക്കെ വിറ്റാണ് ഞാൻ ഈ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ അടുത്തറിയാവുന്ന കൂട്ടുകാർക്ക് മാത്രം അറിയാം. അത് കാരണം അവർ പൈസ പോലും അയച്ചു തരാറില്ല. ഇവൻ ഈ പൈസ അയച്ചു തരുന്നതെല്ലാം ഒന്നും ചെയ്യാതെ നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സും വാങ്ങുന്നു, ഇതിനു വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു വെറുപ്പ് വന്നിട്ടില്ല. അവർ പറഞ്ഞാൽ പൈസ കൊടുത്ത കാര്യമില്ല, പിന്നെ ഇതെല്ലാം രാജ്യസേവനം അല്ലെങ്കിൽ ഇതിനു വേണ്ടി നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് വാങ്ങിച്ചാൽ അത് ഞാൻ വിറ്റ് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഹൈലി കോസ്റ്റ്ലിയാണ്. ഞാൻ ഒരു ചെറിയൊരു സാധനം വാങ്ങിച്ചാലും വളരെ പെർഫെക്റ്റ് ഉള്ള സാധനം വാങ്ങി. ഒരു കൊളുത്ത് വാങ്ങിച്ചാൽ പോലും ഏറ്റവും നല്ല എ ഗ്രേഡ് ഇമ്പോർട്ടർ സാധനം മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ അതിനെ ക്യാഷ് വേണം. ഇപ്പോഴത്തേക്ക് ഞാൻ കിട്ടുന്ന പൈസ എല്ലാം അങ്ങോട്ട് ചിലവഴിക്കുകയാണ്. ഞാൻ പൈസ അങ്ങനെ കൂട്ടി വയ്ക്കാറൊന്നുമില്ല. നാളത്തെ കാലത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാറുമില്ല. ഇന്നത്തെ കാര്യം മാത്രമേ ആലോചിക്കാറുള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നി, സത്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, പറയുന്നു. അത്രയേ ഉള്ളൂ.